നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവം ചിത്ര സാഹിത്യോത്സവത്തിന് തുടക്കമായി. കേന്ദ്ര റെയിൽവേ ബജറ്റ് പ്രതീക്ഷകളോടെ വടക്കൻ കേരളം. കോട്ടച്ചേരി റെയിൽവേ മേൽപ്പാലം നിയമപ്രശ്നങ്ങൾ നീങ്ങി, നടപടി വേഗത്തിലാക്കണമെന്ന് ആവശ്യം. വാഗ്ദേവതയ്ക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ച് ദുർഗ ഹയർ സെക്കൻഡറിയിൽ അമ്മ മലയാളം ശില്പം ഒരുങ്ങി. കൂട്ടായ്മയുടെ വിജയകഥകൾ പറയുന്ന പടന്നക്കാട് ഗവൺമെന്റ് LP സ്കൂളിന്റെ ബ്രോഷർ പുറത്തിറങ്ങി. ദൈവത്തിന്റെ മക്കൾക്ക് കാവലാളായി ഒരമ്മ. തൈക്കടപ്പുറത്താണ് കരളലിയിപ്പിക്കുന്ന ഈ കാഴ്ച. വാർത്തകൾ വിശദമായി. കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവം സ്റ്റേജിതര മത്സരങ്ങൾക്ക് തുടക്കമായി. കണ്ണൂർ സർവകലാശാല കലോത്സവത്തിന് പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ തുടക്കമായി. സ്റ്റേജിതര മത്സരങ്ങൾ കവി V. മധുസൂദനൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഇത് ബൃഹദാരണ്യകം എന്ന ഉപനിഷത്താണ്. എന്നിട്ട് ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്റെ ഇല്ലാതായ വീടിന്റെ മുൻവശത്തെത്തുകയാണ്. ആ എത്തുന്ന അവസ്ഥയാണ് ഞാനിപ്പോ വായിക്കുന്നത്. സർവഗുരുവും ശിഷ്യരും കൂടെ തോട്ടത്തിൽ നടക്കുകയായിരുന്നു. അപ്പൊ കുറെ കിളികൾ കണ്ടു. തുറക്കാം തുറക്കാം ഈ തറവാട്ടിൻ മറഞ്ഞ വാതിൽ, തുറക്കാം ഈ തറവാട്ടിൻ മറഞ്ഞ വാതിൽ, തുടിക്കും കല്ലുകൾ മാടി വിളിക്കുന്നുള്ളിൽ, ഇരിക്കാം അച്ചാരോടി പലകചാരി, ഇറയത്തി കൽപ്പടകൾ ചവിട്ടി കേറി. യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് മുഖ്യപ്രഭാഷണം നടത്തി. കഥാകൃത്ത് PVK പനയാൽ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. ജനാർദ്ദനൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A. കൃഷ്ണൻ, നഗരസഭാ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴ്ന്നുറടി, ബാബു ചാത്തമത്ത്, ഡോക്ടർ AM ശ്രീധരൻ, പ്രൊഫസർ KP ജയരാജൻ, VV രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. AP അൻവീൽ സ്വാഗതവും MK ലജീഷ് നന്ദിയും പറഞ്ഞു. തുടർന്ന് 8 വേദികളിലായി വിവിധ കലാമത്സരങ്ങളും അരങ്ങേറി. കവിതാലാപനം, പ്രസംഗ മത്സരങ്ങളും, ക്ലേ മോഡലിംഗ്, ചിത്രരചന, എണ്ണച്ചായ, ജലച്ചായം, പെൻസിൽ ഡ്രോയിങ്, കൊളാഷ് വിഭാഗങ്ങളിലും മത്സരങ്ങൾ നടന്നു. സ്റ്റേജിതര മത്സരങ്ങൾ വ്യാഴാഴ്ച സമാപിക്കും. കേന്ദ്ര റെയിൽവേ ബജറ്റിൽ പ്രതീക്ഷ അർപ്പിച്ച് വടക്കൻ കേരളം. ഷൊർണൂർ മംഗലാപുരം റെയിൽവേ പാത വൈദ്യുതീകരണത്തിനും ആവശ്യം ഉയരുന്നു. അസൗകര്യങ്ങളാൽ വീർപ്പുമുട്ടുന്ന ഉത്തര കേരളത്തിലെ റെയിൽവേ യാത്രികർ പ്രതീക്ഷ അർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന പുതിയ റെയിൽവേ ബജറ്റിനെയാണ്. ഒട്ടേറെ ആവശ്യങ്ങൾ കേന്ദ്ര റെയിൽവേ ബജറ്റിൽ ഉൾക്കൊള്ളിക്കുമെന്ന പ്രതീക്ഷയിലാണ് വടക്കൻ കേരളം. കഴിഞ്ഞ റെയിൽവേ ബജറ്റിൽ അനുവദിച്ച ബൈന്ദൂർ കാസർഗോഡ് ട്രെയിൻ ഗുരുവായൂർ വരെ നീട്ടണമെന്ന ആവശ്യം ശക്തമാണ്. ഇത് സംബന്ധിച്ച് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷനും ഇതര സംഘടനകളും നിവേദനം നൽകിയിട്ടുണ്ട്. കർണാടകയിലെ മൂകാംബിക ക്ഷേത്രത്തെയും ഗുരുവായൂർ ക്ഷേത്രത്തെയും ബന്ധിപ്പിക്കണമെന്ന ആവശ്യം ഉയർത്തിയതായി റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് T. മുഹമ്മദ് അസ്ലാം പറഞ്ഞു. ഉത്തര കേരളം വളരെയേറെ പ്രതീക്ഷയോടെയാണ് പുതിയ ബഡ്ജറ്റിനെ കാണുന്നത്. കഴിഞ്ഞ ബഡ്ജറ്റിൽ ആകെ കേരളത്തിന് അനുവദിച്ചിരുന്നത് ബൈന്ദൂർ കാസർഗോഡ് പാസഞ്ചർ ട്രെയിൻ മാത്രമാണ്. അതും അന്നത്തെ റെയിൽവേ മന്ത്രി സദാനന്ദ ഗൗഡയുടെ വ്യക്തിപരമായ താല്പര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹം ആ ട്രെയിൻ അനുവദിച്ചത്. പക്ഷേ അത് ആരംഭിച്ചത് ഈ റെയിൽ ബഡ്ജറ്റ് വരുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മാത്രമാണ്. ബൈന്ദൂർ കാസർഗോഡ് പാസഞ്ചർ ഗുരുവായൂർ വരെ നീട്ടി 2 തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ യാത്രക്കാർക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു ട്രെയിനാക്കി അതിനെ മാറ്റണം എന്നുള്ള ആവശ്യം നമ്മുടെ MP-മാരും മറ്റ് ജനപ്രതിനിധികളും യാത്രക്കാരും തീർത്ഥാടകരുമെല്ലാം തന്നെ വളരെ ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്നതാണ്. തീർച്ചയായും അത് ഗുരുവായൂരിലേക്ക് നീട്ടാനുള്ള പ്രഖ്യാപനം ഉണ്ടാകും എന്ന്
കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. കണ്ണൂർ വരെയെങ്കിലും ട്രെയിൻ മാറ്റിയാൽ മാത്രമേ ജനങ്ങൾക്കത് വളരെയേറെ പ്രയോജനപ്പെടുത്താൻ കഴിയൂ. കാസർഗോഡ് ജില്ലയിലെ സ്റ്റേഷനുകളെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ ദീർഘദൂര ട്രെയിനുകൾ കാഞ്ഞങ്ങാടും കാസർഗോഡും ഇന്ന് എ ഗ്രേഡ് സ്റ്റേഷനുകളാണ്. പക്ഷേ ഈ എ ഗ്രേഡ് സ്റ്റേഷനുകളിൽ പോലും ആവശ്യമായ സൗകര്യങ്ങളില്ല, ആവശ്യമായ ട്രെയിനുകൾ നിർത്തുന്നില്ല. അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മുടെ റെയിൽവേ മേഖലയിലുണ്ട്. അതേപോലെ തന്നെ വൈദ്യുതീകരണം, റെയിൽവേ വൈദ്യുതീകരണം അതിൻ്റെ അന്തിമ ഘട്ടത്തിൽ നിൽക്കുകയാണ്. അതെത്രയും വേഗം പൂർത്തീകരിച്ച് കൂടുതൽ ട്രെയിനുകൾ ഓടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനവും കൂടി കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വടക്കേ മലബാറിന് റെയിൽവേ മന്ത്രിക്ക് മുമ്പാകെ വെക്കാനുള്ള ആവശ്യങ്ങൾ നിരവധിയാണ്. ഷൊർണൂർ മംഗലാപുരം ഇലക്ട്രിഫിക്കേഷൻ നടപടികൾ വേഗത്തിലാക്കുക, റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും വളരെ കാലമായി ഉന്നയിച്ചു വരുന്നുണ്ട്. പുതിയ റെയിൽവേ ബജറ്റിൽ വടക്കൻ കേരളത്തെ തഴയില്ലെന്ന പ്രതീക്ഷയാണ് റെയിൽവേ യാത്രികർക്കുള്ളത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കോട്ടച്ചേരി റെയിൽവേ മേൽപ്പാലം സ്ഥലമെടുപ്പിന്റെ നിയമപ്രശ്നങ്ങൾ നീങ്ങിയതോടെ നടപടികൾ വേഗത്തിലാക്കാൻ ആവശ്യം ശക്തമാകുന്നു. തീരദേശവാസികളുടെ ചിരകാലാഭിലാഷമായ റെയിൽവേ മേൽപ്പാലത്തിന്റെ തുടർ നടപടികൾ ശക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ രംഗത്ത് വന്നു. സ്ഥലമേറ്റെടുക്കലിനെതിരെയുള്ള സ്റ്റേ ഹൈക്കോടതി നീക്കിയതോടെ തുടർ പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. കോടതി വിധിയിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ഭൂമി ഏറ്റെടുക്കൽ നടപടി ത്വരിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കാഞ്ഞങ്ങാട് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ടി മുഹമ്മദ് അസ്ലാം സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകി. 2004 മുതൽ കേന്ദ്ര റെയിൽവേ ബജറ്റിൽ പാലത്തിന് തുക അനുവദിച്ചിരുന്നു. എന്നാൽ സ്ഥലമെടുപ്പിന്റെ പ്രശ്നം കൊണ്ട് നീണ്ടുപോവുകയാണ് ഉണ്ടായത്. 2004 1 കോടി അനുവദിച്ചുവെങ്കിലും സ്ഥലമേറ്റെടുക്കൽ നടപടി പൂർത്തിയാക്കാൻ കഴിയാത്തതിനാൽ പാഴായിപ്പോയി. തുടർന്നുള്ള വർഷങ്ങളിൽ ബജറ്റിൽ തുക അനുവദിക്കുന്നതിൽ കുറവ് വരികയുണ്ടായി. അനുകൂല സാഹചര്യം പരിഗണിച്ച് റവന്യൂ വകുപ്പ് സ്ഥലമേറ്റെടുക്കൽ പൂർത്തിയാക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അക്ഷരപ്പെരുമയെ ശില്പത്തിൽ ആവാഹിച്ച് ശില്പി കൂക്കാനം സുരേന്ദ്രൻ. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറിയിൽ അമ്മ മലയാളം ശില്പം ഒരുങ്ങി. അക്ഷരദേവതയ്ക്ക് സമർപ്പണമായി കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ അമ്മ മലയാളത്തിന്റെ ഇരട്ട ശില്പം ഒരുങ്ങി. മാതൃഭാഷയുടെ മഹത്വം വിളിച്ചോതുന്ന ശില്പം അമ്മ സങ്കല്പത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ ശില്പി കൂക്കാനം സുരേന്ദ്രനാണ് ശില്പം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രകൃതിയെയും ഭാഷയെയും അമ്മ സങ്കല്പമായി അവതരിപ്പിച്ച് അമ്മ ദൈവ സങ്കല്പത്തിലേക്ക് പകർത്തുകയായിരുന്നു. വടക്കേ മലബാറിലെ തെയ്യം കലയെ ശില്പത്തിലേക്ക് സമന്വയിപ്പിച്ചുകൊണ്ടാണ് ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. വാഗ്ദേവതയുടെ നാവിൻ തുമ്പത്തായി അക്ഷരജ്വാലയും ഭാഷാപിതാവ് തുഞ്ചത്തെഴുത്തച്ഛനും ശില്പത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അക്ഷരവൃക്ഷത്തിന് കീഴിലായി ഭാഷയുടെ വൈവിധ്യങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നുവെന്ന് ശില്പി കൂക്കാനം സുരേന്ദ്രൻ പറഞ്ഞു. മലയാള ഭാഷ മരിക്കുന്നു എന്നുള്ള മലയാളിയുടെ വ്യാകുലതകൾക്ക് ഒരു തികഞ്ഞ ഉത്തരമാണ് ഈ അമ്മ മലയാളം എന്ന ഈ ശില്പം. വടക്കേ മലബാറിൽ തന്നെ വളരെ പ്രസിദ്ധമായ ദുർഗ ഹൈസ്കൂളിൽ ഇങ്ങനൊരു ശില്പം ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയേറെ ചാരിതാർത്ഥ്യമുണ്ട്. അപ്പം ഇങ്ങനെ ഈ ഒരു ശില്പം ചെയ്യാൻ കഴിഞ്ഞതിൽ ഈ സ്കൂൾ മാനേജ്മെൻറ്റും PTA കമ്മിറ്റിയും അതുപോലെ അധ്യാപിക സുഹൃത്തുക്കളും ഇതിനെ വളരെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലയാള ഭാഷയുടെ മൂല്യച്യുതി ഒന്നുകൂടി ഉയർത്തിക്കാട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇങ്ങനൊരു ശില്പം ചെയ്യാൻ കഴിഞ്ഞതിൽ മൊത്തം നമുക്കെല്ലാ മലയാളികൾക്കും അത് അഭിമാനിക്കാനുള്ള വകയാണെന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. മനോഹരമായി പണി കഴിപ്പിച്ച ശില്പം 3 മാസത്തെ പ്രയത്നം കൊണ്ടാണ് ശില്പി പൂർത്തിയാക്കിയത്. സിമന്റിലും കളിമണ്ണിലും പൂർത്തിയായ ശില്പം ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിന് മുതൽക്കൂട്ടായി മാറുകയാണ്. മാതൃഭാഷയുടെ മഹത്വം പുതുതലമുറയിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് വിദ്യാരംഗം സാഹിത്യവേദി കൺവീനർ രാജ്മോഹനൻ മാസ്റ്റർ പറഞ്ഞു. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാള വിഭാഗം അധ്യാപകരുടെ നേതൃത്വത്തിലാണ് ഇരട്ട ശില്പം എന്ന് പറയുന്ന ഒരു നൂതന ആശയം ആവിഷ്കരിക്കപ്പെടുന്നത്. സുരേന്ദ്രൻ കൂക്കാനമാണ് ഇതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മലയാള ഭാഷയുടെ ഒരു പ്രാതിനിധ്യം, അതിൻ്റെ സ്വഭാവം, അമ്മ മലയാളം എന്ന് പറയുന്ന സങ്കല്പം, ആ ജീവിത രീതികൾ, അതിൻ്റെ സങ്കല്പ രീതികൾ എല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് പഴയ കാലത്തിൻ്റെയും പുതിയ കാലത്തിൻ്റെയും ജീവിത രീതികൾ, കാർഷിക ജീവിതങ്ങൾ, അതുപോലെ വാഗ്ദേവതകൾ, നമ്മുടെ തെയ്യം, അതുപോലെ തന്നെ പള്ളി, ഇത് തുടങ്ങിയിട്ടുള്ള സമഭാവനകളും, അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള മതബോധങ്ങളും ആ ബോധത്തിൻ്റെ അകത്ത് പൊരുളായി കിടക്കുന്ന ഒരു വലിയ സമന്വയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശം, ഇതൊക്കെയാണ് ഈ
ശില്പങ്ങളിൽ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പുറത്ത് വാഗ്ദേവിയുടെ നാവിൽ എഴുത്തച്ഛൻ്റെ എഴുത്താണി ചലിക്കുന്നതും അതുപോലെ അതിൻ്റെ ഒരു വലിയ വടവൃക്ഷത്തിൻ്റെ താഴെ മനുഷ്യജീവിതങ്ങളെല്ലാം ഉണർന്നു വരുന്നതുമായ ഒരു സങ്കല്പമാണ് ഈ ഇരട്ട ശില്പത്തിൻ്റെ മറുവശത്ത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പുതുതലമുറയ്ക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന ഗ്രാമക്കാഴ്ചകളിലൂടെ കൊളാഷ് ഒരു ഭാഗത്തും വാഗ്ദേവതയുടെ മൂർത്തഭാവം മറുഭാഗത്തുമായി നിർമ്മിച്ച ശില്പം മലയാളികളുടെ പ്രിയപ്പെട്ട കവി വി മധുസൂദനൻ നായർ നാടിന് സമർപ്പിച്ചു. ക്യാമറമാൻ സുനിൽകുമാറിനൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. കൂട്ടായ്മയിലൂടെ നേടിയ സ്കൂളിന്റെ മികവ് രേഖപ്പെടുത്തി ബ്രോഷർ പുറത്തിറങ്ങി. പടന്നക്കാട് ഗവൺമെന്റ് LP സ്കൂളിലാണ് ബ്രോഷർ പ്രകാശനം നടന്നത്. പൊതുവിദ്യാലയം പൊതുനന്മയ്ക്ക് എന്ന ലക്ഷ്യവുമായി പടന്നക്കാട് ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന പ്രവർത്തനങ്ങളാണ് ബ്രോഷറിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ ബ്രോഷറിന്റെ ഭാഗമായിരുന്നു. നഗരസഭയുടെ വാർഷിക പദ്ധതി മുഖാന്തരം ലാപ്ടോപ്പ്, LCD പ്രൊജക്ടർ, ബിഗ് സ്ക്രീൻ തുടങ്ങിയ ഉപകരണങ്ങളും സ്കൂളിന് ലഭിക്കുകയുണ്ടായി. കുട്ടികളുടെ ഇംഗ്ലീഷ് മാഗസിൻ പ്രകാശനവും നടന്നു. മുനിസിപ്പൽ ചെയർപേഴ്സൺ K. ദിവ്യ ബ്രോഷർ പ്രകാശനം ചെയ്തു. നമുക്കറിയാം, കുറച്ചു കാലങ്ങളായി പൊതുവിദ്യാലയത്തിന്റെ പഠന പുരോഗതിക്ക് വേണ്ടി പല സ്കൂളുകളും പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവരികയാണ്. അതിനുള്ള പ്രധാനമായിട്ടുള്ള കാരണം നമുക്ക് തന്നെ അറിയാം. ഒരു കാലത്ത് വളരെയധികം പഠന നിലവാരം പുലർത്തിയിരുന്ന പല സ്കൂളുകളും എന്തുകൊണ്ടെന്നറിയില്ല അതിന്റെ പഠന നിലവാരം പുറകോട്ട് പോവുകയും, കൂടാതെ നമ്മുടെ മേഖലയിൽ നമ്മുടെ പ്രൈവറ്റ് സ്കൂളുകളൊക്കെ വളരെയധികം വളർന്നു വരികയും അവർ വളരെ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നടത്തുകയും ചെയ്തതിന്റെ ഭാഗമായിട്ട് പൊതുവിദ്യാലയങ്ങൾ കുട്ടികളുടെ എണ്ണം വളരെയധികം ചുരുങ്ങിയ ഒരു കാലം നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. ഇലക്ട്രിക് പ്രൊജക്ടർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C. ജാനകിക്കുട്ടി സ്വിച്ച് ഓൺ ചെയ്തു. ഇംഗ്ലീഷ് മാഗസിൻ AEO TM സദാനന്ദൻ പ്രകാശനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ L. സുലൈഖ അധ്യക്ഷയായി. കൗൺസിലർ T. കുമാരൻ, K. ഗ്രീഷ്മ എന്നിവർ സംസാരിച്ചു. PTA പ്രസിഡന്റ് അബ്ദുള്ള പടന്നക്കാട് സ്വാഗതവും ഹെഡ്മാസ്റ്റർ M. ഗംഗാധരൻ നന്ദിയും പറഞ്ഞു. കേരള പോലീസ് ഹൌസിംഗ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ സഹായ വിതരണം ചെയ്തു. കാസർഗോഡ് AR ക്യാമ്പ് ഹാളിലാണ് വിതരണം നടന്നത്. കേരള പോലീസ് ഹൌസിംഗ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ കുടുംബക്ഷേമനിധിയും സംഘങ്ങൾക്കുള്ള ലാഭവിഹിതവും വിതരണം ചെയ്തു. സർവീസിലിരിക്കെ മരണമടഞ്ഞ ആദൂർ പോലീസ് സ്റ്റേഷനിലെ SI ആയിരുന്ന സുഗുണൻ, ചിറ്റാരിക്കൽ പോലീസ് സ്റ്റേഷനിലെ ASI ആയിരുന്ന പ്രഭാകരൻ എന്നിവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ വീതം സഹായം വിതരണം ചെയ്തു. കാസർഗോഡ് AR ക്യാമ്പിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പോലീസ് ചീഫ് ഡോക്ടർ A. ശ്രീനിവാസ് സഹായ വിതരണവും ലാഭവിഹിതവും വിതരണം ചെയ്തു. ഒരു സ്ഥലത്താണ് എല്ലാ വിതരണം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എവിടെ ഉണ്ടാകും 8 കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരേണ്ടത് കാസർഗോഡ് ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ പരിപാടി വന്നതുകൊണ്ട് 8 കൂടുതൽ പ്രയോജനം കാസർഗോഡ് ആൾക്കാർക്കാണ് എന്നിട്ടാണ് എൻ്റെ അഭിപ്രായം. എങ്കിലും അതാത് ജില്ലയിൽ തന്നെ ആ ലാഭം കിട്ടുന്നുണ്ട്. വളരെ സന്തോഷമാണ് ഉള്ളത്. ഇപ്പൊ നിലവിലുള്ള CPAPS പരിപാടികൾ പദ്ധതികൾ തന്നെ നല്ല പദ്ധതികളാണ് ഉള്ളത്. ഇപ്പോൾ ഉടൻ ആരംഭിക്കുന്ന പദ്ധതികൾ CPAS4 പദ്ധതികൾ ഉൾപ്പെടെ നല്ല പദ്ധതികളാണ് ഇപ്പോൾ നിലവിൽ വരാൻ പോവാം. ഇങ്ങനെ ഒരു നല്ല പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കാൻ ഹൗസിംഗ് സഹകരണ സംഘം അവരെ അഭിനന്ദിക്കുന്നു. KPOA ജില്ലാ പ്രസിഡന്റ് TP സുമേഷ് അധ്യക്ഷത വഹിച്ചു. KPA ജില്ലാ പ്രസിഡന്റ് K. സന്തോഷ്, KV രാജീവൻ, C. പ്രദീപ് കുമാർ, K. വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. 26 വർഷമായി ഒരുമ്മ ബുദ്ധിമാന്ദ്യമുള്ള മക്കൾക്ക് കാവലിരിക്കുന്നു. നീലേശ്വരം തൈക്കടപ്പുറത്താണ് ഈ ദയനീയ കാഴ്ചയുള്ളത്. അമ്മയെ തെരുവിലേക്ക് വലിച്ചെറിയുന്ന മക്കളും അവശ്യായ അമ്മയെ ദീർഘദൂര തീവണ്ടിയിൽ കയറ്റിവിട്ട് ഭാരമൊഴിവാക്കുന്നവരും ഒരു നിമിഷം ഇവിടെ ശ്രദ്ധിക്കുക. അമ്മ എന്താണെന്നും ആ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്നും ഈ കാഴ്ചയിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. ഒരു മനുഷ്യ ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന വേദന 45 ഡെൽ യൂണിറ്റാണ്. നമുക്ക് ജന്മം നൽകാൻ പ്രസവ സമയത്ത് അമ്മമാർ അനുഭവിക്കുന്ന വേദന 57 ഡെൽ യൂണിറ്റും. അതായത് മനുഷ്യ ശരീരത്തിലെ 20 അസ്ഥികൾ ഒരേ സമയം ഒടിയുമ്പോഴുണ്ടാവുന്ന അത്രയും വേദന. മക്കളെ വളർത്താൻ അമ്മ അനുഭവിക്കുന്ന കഷ്ടപ്പാടിൻ്റെ നേർചിത്രങ്ങളിൽ ഒന്നാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. ഈ കാഴ്ച കണ്ട് നിങ്ങൾ കരയരുത്. കാരണം ഒരു കണ്ണുനീർ തുള്ളിക്ക് ഒരു ജീവൻ രക്ഷിക്കാനാവില്ല. അതുകൊണ്ട് ഈ ഉമ്മയെ രക്ഷിക്കാൻ, അവരുടെ ജീവിതത്തിന് ഒരു സാന്ത്വനമാകാൻ ആവുന്നതെല്ലാം ചെയ്യുക. ഇത് മൈമൂനത്ത്, മന്ദബുദ്ധിയായ 2 പെൺമക്കൾക്ക് വേണ്ടി ജീവിതം തന്നെ സമർപ്പിച്ച സ്ത്രീ.
നീലീശ്വരം ദേശീയപാതയിൽ നിന്ന് തൈക്കടപ്പുറം വഴി സഞ്ചരിച്ചാൽ പള്ളിവളപ്പിൽ എന്ന ദിക്കിലെത്താം. അവിടെ തെങ്ങിൻ തോപ്പുകൾക്ക് നടുവിൽ 80 വർഷം പഴക്കമുള്ള പഴയൊരു വീട് കാണാം. അവിടെയാണ് മൈമൂനത്തും മക്കളും താമസിക്കുന്നത്. സങ്കടക്കാഴ്ച കണ്ട് പകച്ചു പോകുന്നതിന് മുമ്പ് മനസ്സ് പ്രാർത്ഥിച്ചത് ഈ മേൽക്കൂര ഞങ്ങളുടെ തലയിലേക്ക് തകർന്നു വീഴരുതേ എന്നായിരുന്നു. ഉള്ളിൽ ഭയം നിറയുമ്പോൾ ഉള്ളിൽ ആശ്ചര്യത്തിൻ്റെ 1000 ചോദ്യമുയർന്നു. ഈ വീട്ടിനുള്ളിൽ ഈ പാവങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? തൈക്കടപ്പുറം പള്ളിവളപ്പിലെ കരീമിനും മൈമൂനത്തിനും 4 മക്കളാണ്. അസുഖം മൂലം ജോലി ചെയ്യാൻ പറ്റാത്ത കരീം എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് മൂത്ത മകൾ ആയിഷയെ കെട്ടിച്ചയച്ചു. എന്നാൽ അധികം വൈകാതെ ഭർത്താവ് അവളെ ഉപേക്ഷിച്ചു പോയി. അവളിപ്പോൾ ആ വീട്ടിനുള്ളിൽ വിധവയെപ്പോലെ ജീവിക്കുന്നു. യുവത്വത്തിൽ തന്നെ ദാമ്പത്യമില്ലാതായിപ്പോയ മകൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് അതിൻ്റെ നേരെ ഇളയവളായ ആരിഫയും ആഷിഫയും സങ്കടക്കാഴ്ചയായി മൈമൂനത്തിൻ്റെ മറുവശത്തുള്ളത്. ആരിഫയും ആഷിഫയും ജന്മനാ മന്ദബുദ്ധികളാണ്. ഇരട്ടകളായി ഇവർക്ക് സ്വന്തമായി ഒന്നും ചെയ്യാനാവില്ല. 26 വയസ്സ് പ്രായമുള്ള ഇവരുടെ പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്തു കൊടുക്കുന്നതും പല്ല് തേച്ച് കൊടുക്കുന്നതുമെല്ലാം ഉമ്മയാണ്. ഉമ്മ ചോറുരുട്ടി വായിലിട്ടാൽ മാത്രം അവർ കഴിക്കും, അല്ലെങ്കിൽ ഒന്നും ചോദിക്കാതെ പട്ടിണി കിടക്കും. 26 വർഷമായി ഈ ഉമ്മ മറ്റൊന്നും ചെയ്യാനാവാതെ ഈ മക്കൾക്ക് കാവലിരിക്കുന്നു. രാത്രി ഒരു പോള കണ്ണടക്കാതെ ഇരുവരും വീട്ടിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. നടത്തത്തോട് നടത്തമാണ്. ഒന്ന് ഇരിക്കുക പോലും ചെയ്യാത്ത നടത്തം. രാത്രി ഏറെ വൈകിയാണ് കിടക്കുന്നത്. 2 പേരെയും ഒന്നിച്ച് കിടത്താൻ കഴിയില്ല. അടുത്ത് കണ്ടാൽ 2 പേരും പരസ്പരം ഉപദ്രവിക്കും. വീട്ടിൽ സൗകര്യമില്ലാത്തതിനാൽ ഉറങ്ങിക്കഴിഞ്ഞ ശേഷം ഒരേ ദിക്കിൽ ഉമ്മ എടുത്തുകൊണ്ടുപോയി കിടത്തും. പിന്നെ കട്ടിലിനരികിൽ ആ ഉമ്മ ഉറങ്ങാതെ ഉറങ്ങി കാവലോടെ തലചായ്ക്കും. സദാസമയവും നടക്കുന്ന അവർ ഞങ്ങളുടെ ക്യാമറ കണ്ടപ്പോൾ നടത്തം നിർത്തി അപ്പുറത്ത് പോയിരുന്നു. രാത്രി വൈകി ഉറങ്ങുന്നതിനാൽ ഉച്ചയ്ക്ക് 12 മണി വരെ ഉണരില്ല. ഉച്ചയ്ക്കുണരുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുത്ത ശേഷം മാത്രം മൈമൂനത്ത് പ്രഭാത ഭക്ഷണം കഴിക്കും. എൻ്റെ കുഞ്ഞുങ്ങൾ കഴിക്കാതെ എൻ്റെ തൊണ്ടയിലേക്ക് ഒന്നും ഇറങ്ങില്ലെന്ന് പറയുമ്പോൾ ആ കണ്ണുകൾ നിറയുന്നു. നാട്ടിലോ ബന്ധുവീട്ടിലോ എന്ത് ആഘോഷമുണ്ടായാലും അവിടെയൊന്നും മൈമൂനത്തിന് എത്താനാവില്ല. അവർ സദാസമയവും മക്കൾക്ക് കാവലാണ്. ആരിഫയും ആഷിഫയും പിറന്ന ശേഷം ഒരു കല്യാണം കൂടിയ ഓർമ്മ പോലും അവരുടെ മനസ്സിലില്ല. മണവാട്ടിയായി ചമഞ്ഞൊരുങ്ങേണ്ട പ്രായത്തിൽ ഉമ്മ എന്ന ഒരു വാക്ക് പോലും ഉച്ചരിക്കാനാവാതെ മക്കൾ വല്ലാതെ പ്രയാസപ്പെടുമ്പോൾ അവരുടെ ചുണ്ടിലെ ഉമിനീര് തുറച്ചുകൊണ്ട് ആ ഉമ്മ പിന്നെയും വിതുമ്പുന്നു. എൻ്റെ മക്കൾക്ക് ജന്മനാലെ പ്രസവിക്കുന്നതിന് മുന്നേ ഇല്ലതാന്നു. പ്രസവിച്ച് കഴിഞ്ഞ് പിന്നെ എല്ലാവരും പറഞ്ഞത് 2 അമ്മമാർ കൊണ്ടുനടക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിന്. അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ ഇതുവരെ നോക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഒരു മോള് ഭർത്താവില്ലാണ്ട് വീട്ടിലുണ്ട്. ഓളെ സഹായത്തോടെ നമ്മൾ ഇങ്ങനെ ജീവിച്ചു. എല്ലാവരും കൈകാര്യം ചെയ്യണം. നമ്മ തന്നെ കുളിപ്പിക്കണം, പല്ല് തേച്ച് കൊടുക്കണം. ഒരു ദിവസം ഭക്ഷണം കൊടുത്തിട്ട് അങ്ങനെ നിൽക്കും. ഒന്നും ചോദിക്കൊന്നുമില്ല. എല്ലാം നമ്മൾ ഭാര്യ കൊടുത്താലേ തിന്നും. പഴയ വീടാണ്. 80 കൊല്ലത്തെ പഴക്കമുള്ള വീട്. തറവാടാണ് ഉമ്മാൻ്റെ. ഇവരെ വിഷമം കൊണ്ട് ഉമ്മ എൻ്റെ തറവാട് എനിക്ക് വിട്ടുതന്നതാണ്. ചികിത്സിക്കാത്ത സ്ഥലങ്ങളില്ല, പോവാത്ത ദിക്കുകളുമില്ല. എന്നിട്ടും എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു മാറ്റവുമില്ലെന്ന് ആ ഉമ്മ സങ്കടത്തോടെ പറഞ്ഞു. മക്കളുടെ ദുരവസ്ഥയ്ക്കൊപ്പം പൊളിഞ്ഞു വീഴാറായ ആ പഴയ തറവാട് വീടും അവരെ ആശങ്കപ്പെടുത്തുന്നു. പഞ്ചായത്ത് നൽകിയ 2 ലക്ഷം രൂപയിൽ പണി തുടങ്ങിയ പുതിയ വീട് പണം തീർന്നതോടെ പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ്. പുതിയ വീട് ഗവൺമെൻറ്റിൽ നിന്ന് പാസ്സായിട്ടുണ്ട്. അതിന് 2 ലക്ഷം റുപ്യ ഗവൺമെൻറ്റൊക്കെ തന്നിന്. ബാക്കി 4 ലക്ഷം റുപ്യൻ്റെ കടമുണ്ട്. ബാങ്കിൽ കുറേ ആൾപ്പൊന്ന് പണയം വെച്ചിട്ട് ബാക്കി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ട് ഇതുവരെ ഇക്കൊല്ലം വർഷത്തിൽ ഈ വീട്ടിലിരിക്കാൻ കഴിയില്ല. മക്കളുടെ ചികിത്സയ്ക്കായി വിവിധ ബാങ്കുകളിൽ നിന്നെടുത്ത വായ്പകൾ പലിശയ്ക്ക് മേലെ പലിശയായി കുന്നുകൂടി കിടക്കുന്നു. എൻ്റെ കാലം കഴിഞ്ഞു പോയാൽ ഇവരാര് നോക്കുമെന്ന മൈമൂനത്തിൻ്റെ ചോദ്യത്തിന് മുന്നിൽ ആർക്കും ഒന്നും പറയാനാവുന്നില്ല. ക്യാമറമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം എബി കുട്ടിയാനം, ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മികവുറ്റ കലാസൃഷ്ടികളുമായുള്ള ചിത്രശില്പ പ്രദർശനം ശ്രദ്ധേയമായി. ചെറുവത്തൂർ കുറുമ്പാമയിൽച്ചേരി ഭഗവതി സമുച്ചയം ചീർമക്കാവ് ഭരണി മഹോത്സവത്തിന്റെ ഭാഗമായിരുന്നു നിരക്കൂട്ടി എന്ന പേരിൽ നടത്തിയ പ്രദർശനം. പ്രദർശനം രവി മാസ്റ്റർ പിലിക്കോട് ഉദ്ഘാടനം ചെയ്തു. ഒരു അടിസ്ഥാന വർഗമാണ്. ബുദ്ധി കൊണ്ടും ബുദ്ധി വൈഭവം കൊണ്ടും കരവിരുത് കൊണ്ടും ഏറെ പ്രശംസകൾ നേടിയെടുത്ത ഒരു ഐംവർണ്ണ സമൂഹം എന്ന് തന്നെ പറയാം. KP ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഇ നാണു, KR ഷാജി മാസ്റ്റർ, നാൽപ്പാടം ബാലകൃഷ്ണൻ, MV ജനാർദ്ദനൻ, P ജനാർദ്ദനൻ, P ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു.
വൈവിധ്യമാർന്ന ശില്പങ്ങളും ചിത്രങ്ങളും കാഴ്ചക്കാരെ ഏറെ ആകർഷിച്ചു. ക്ഷേത്രത്തിൽ നടപ്പന്തൽ സമർപ്പണവും ഇതോടൊപ്പം നടന്നു. ഫോർവേഡ് ബ്ലോക്ക് കാസർഗോഡ് ജില്ലാ കൌൺസിൽ യോഗം കാഞ്ഞങ്ങാട്ട് നടന്നു. സംസ്ഥാന നിയമസഭയിൽ കാർഷിക ബജറ്റ് അവതരിപ്പിക്കണമെന്ന് ജില്ലാ കൌൺസിൽ യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് ഗസ്റ്റ് ഹൌസിൽ നടന്ന ജില്ലാ കൌൺസിൽ യോഗം ഫോർവേഡ് ബ്ലോക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി MP ജോർജ് ഉദ്ഘാടനം ചെയ്തു. അതിലൊന്ന് നമ്മുടെ പാർട്ടിയുടെ സ്ഥാപക നേതാവ് നേതാജിയുടെ തിരോധാനത്തിന്റെയുമായി ബന്ധപ്പെട്ട രേഖകൾ ഇന്ത്യൻ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വയ്ക്കണമെന്ന് ഫോർവേഡ് ബ്ലോക്ക് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്. മറ്റൊന്ന്, ഈ രാജ്യത്ത് ഉള്ള മുഴുവൻ അനിശ്ചിതാവസ്ഥയ്ക്കും കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അവരുടെ സാമ്പത്തിക നയങ്ങളുടെ പോരായ്മയാണ് ഇന്ന് രാജ്യം നേരിടുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം. റബ്ബറിന്റെ വില തകർച്ച തടയാൻ നടപടി വേണമെന്നും ഫോർവേഡ് ബ്ലോക്ക് യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി NT സുരേഷ് കുമാർ, സുഭാഷ് തമ്മാനിമറ്റം, മനു ജോസഫ്, ലാലി P ശങ്കർ, P കൃഷ്ണകുമാർ, C ലക്ഷ്മണൻ, കുഞ്ഞിരാമൻ, രാജീവൻ വെള്ളുവക്കണ്ടി, MP ശ്യാമള, CD ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കാടങ്കോട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നെല്ലിക്കാൽ വിദ്യാഭ്യാസ വികസന സമിതിയുടെ അനുമോദനം. പൂരക്കളി, മറത്തുകളി പ്രദർശനവും നടന്നു. അപ്പൊ അവിടെ അയച്ചപ്പോൾ അവിടെ ഒരു ആരും കാണാത്ത ഒരു തൂണിന്റെ മറഞ്ഞിരുന്നു തൂണിന്റെ സമീപത്ത് മറഞ്ഞിരുന്നുകൊണ്ട് ഈ ശിവനെ നോക്കുന്നു. അരിവാർ രാജേഷ് പണിക്കർ അണ്ടോൾ, രാജീവൻ പണിക്കർ എന്നിവരായിരുന്നു മറത്തുകളി വേദിയിൽ വാദപ്രതിവാദം നടത്തിയത്. പൂരക്കാലത്തെ ഓർമ്മപ്പെടുത്തി അരങ്ങേറിയ മറത്തുകളി വീക്ഷിക്കാൻ നിരവധി പേരെത്തി. കാടാങ്കോട് സ്കൂൾ വിദ്യാർത്ഥികളുടെ പൂരക്കളി പ്രദർശനവും നടന്നു. അനുമോദന യോഗം വാസു ചോറോട് ഉദ്ഘാടനം ചെയ്തു. PV കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. PP മാധവൻ പണിക്കർ അനുമോദനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. T കണ്ണൻ, ഷീമ N, അനീഷ് MK, സുരേന്ദ്രൻ കാടാങ്കോട് തുടങ്ങിയവർ സംസാരിച്ചു. മുഗയ ബോവി സമുദായ സഭ വാർഷിക സമ്മേളനം ഞായറാഴ്ച കാസർഗോഡ് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 9:30 വിശിഷ്ടാതിഥികളെ വരവേൽക്കുന്നതോടെ മുഗയ ബോവി സമുദായ സഭ 9ാമത് വാർഷിക സമ്മേളനത്തിന് തുടക്കം കുറിക്കും. തുടർന്ന് ബ്രഹ്മശ്രീ രവിശതന്ത്രി കുണ്ടാർ ഭദ്രദീപം തെളിയിക്കും. NA നെല്ലിക്കുന്ന് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് ആദൂർ ശ്രീ ഭഗവതി മഹിളാ സംഘത്തിന്റെ നേതൃത്വത്തിൽ തിരുവാതിര അവതരിപ്പിക്കും. വൈകുന്നേരം നടക്കുന്ന മഹിളാ സമ്മേളനം ലക്ഷ്മി ടീച്ചർ ഉച്ചില ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ നിരവധി പ്രമുഖർ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. മുഗയബോയി സമുദായ സഭയുടെ 9ാം വാർഷിക സമ്മേളനം 2015 മാർച്ച് 1-ാം തീയതി കാസർഗോഡ് നെല്ലിക്കുന്ന് ഭഗവതി ക്ഷേത്ര പരിസരത്തിൽ വെച്ച് നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ശ്രീ മല്ലികാർജുന ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ 9:30 മണിക്ക് പുറപ്പെടുന്നതായ ഘോഷയാത്ര നമ്മുടെ സമ്മേളന നഗരിയായ N ഗോപാലൻ നഗരിയിലേക്ക് ഏകദേശം 9:45 മണിയോടെ എത്തിച്ചേരുന്നതാണ്. മാധവൻ ഭണ്ഡാരവീട്, മാധവൻ കൊക്കോട്ട്, കൃഷ്ണപ്പ ബെങ്കര, തമ്പാൻ കോട്ടപ്പുറം, അനിൽകുമാർ നാരായൺ, അച്യുതൻ കാവുകോളി, KK പുരുഷോത്തമൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. മടിയൻ അത്തിക്കാൽ തറവാട് നവീകരണ ബ്രഹ്മകലശ കളിയാട്ടോത്സവത്തിന് ഭക്തജന തിരക്കേറി. ആചാര്യ വരവേൽപ്പ് നടന്നു. മടിയൻ അത്തിക്കൽ തറവാട്ടിലെ നവീകരണ പുനഃപ്രതിഷ്ഠ കളിയാട്ട ഉത്സവത്തിന്റെ ഭാഗമായി ആചാര്യ വരവേൽപ്പ് നടന്നു. വാരിക്കാട് പത്മനാഭ തന്ത്രി പൂർണ്ണകുംഭത്തോടെ സ്വീകരിച്ചു. മടിയൻ ജംഗ്ഷനിൽ നിന്നും തറവാട്ടിലേക്ക് നടന്ന സ്വീകരണ ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. മുത്തുകുടകളും വാദ്യമേളങ്ങളും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവത്തിലേക്ക് മുഴുവൻ ഭക്തജനങ്ങളെയും ഭക്ത്യാദരപൂർവ്വം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഭക്തജനങ്ങളെ തന്ത്രി അവരുടെ ആനയിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയാണ് ഇതുവഴി കടന്നുവരുന്നത്. ഇന്ന് മുതൽ 8 ദിവസങ്ങളിലായി നടക്കുന്ന ഈ മുതലിയ കർമ്മത്തിൽ
മഹോത്സവത്തിലേക്ക് മുഴുവൻ ഭക്തജനങ്ങളെയും ഭക്ത്യാദരപൂർവ്വം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ് പരിപാവനമായ അടിയൻ ശ്രീ അത്തിക്കൽ തറവാട് സന്നിധിയിലേക്ക്. ഉച്ചയ്ക്ക് 1:15-നും 1:53-നും ഇടയിൽ ദേവപ്രതിഷ്ഠ നടക്കും. തുടർന്ന് അന്നദാനവും നൽകും. ശനിയാഴ്ച കളിയാട്ടത്തിന് തുടക്കമാവും. മാർച്ച് 2-ന് കളിയാട്ടം സമാപിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവം ചിത്ര സാഹിത്യോത്സവത്തിന് തുടക്കമായി. കേന്ദ്ര റെയിൽവേ ബജറ്റ് പ്രതീക്ഷകളോടെ വടക്കൻ കേരളം. കോട്ടച്ചേരി റെയിൽവേ മേൽപ്പാലം നിയമപ്രശ്നങ്ങൾ നീങ്ങി, നടപടി വേഗത്തിലാക്കണമെന്ന് ആവശ്യം. വാഗ്ദേവതയ്ക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ച് ദുർഗ ഹയർ സെക്കൻഡറിയിൽ അമ്മ മലയാളം ശില്പം ഒരുങ്ങി. കൂട്ടായ്മയുടെ വിജയകഥകൾ പറയുന്ന പടന്നക്കാട് ഗവൺമെന്റ് LP സ്കൂളിന്റെ ബ്രോഷർ പുറത്തിറങ്ങി. ദൈവത്തിന്റെ മക്കൾക്ക് കാവലാളായി ഒരമ്മ. തൈക്കടപ്പുറത്താണ് കരളലിയിപ്പിക്കുന്ന ഈ കാഴ്ച. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.